ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പുട്ടാണ് ഈ ഒരു കോൺപുട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ ഒരു രീതിയിൽ കോൺപുട്ട് ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി പുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പെഷ്യൽ കോൺപുട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോൺപുട്ട് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ചെറുജീരകവും ഏലക്കാപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത മാങ്ങ അരച്ചെടുത്തതും കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പുട്ടിൻ്റെ പാകത്തിന് നനച്ചെടുക്കാം. തേങ്ങാപ്പാലിന് പകരം വെള്ളമോ പശുവിൻ പാലോ ഉപയോഗിച്ചാലും മതി കേട്ടോ. അങ്ങനെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വാഴയിലയിലാണ് ഈ പുട്ട് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സൈസിൽ വാഴയില കട്ട് ചെയ്തെടുത്ത് ഫോൾഡ് ചെയ്ത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീര, മാംഗോ പീസസ്, പുട്ടുപൊടി ലെയർ ആയിട്ട് ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് ഒന്ന് സ്റ്റീമറിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ കോൺപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വേവിക്കുന്ന ടൈമിൽ കിച്ചൺ മൊത്തം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കറി കൂട്ടിയും കറിയൊന്നും ഇല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലേവർഫുൾ പുട്ടാണ് ഇത്.